പറഞ്ഞ് ഞങ്ങളൊക്കെ പോയി. അപ്പൊ ശരിക്കും ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പേടിച്ച ഒരാളും വീണയായിരിക്കും. പിന്നെ അതിനകത്ത് ആ വീടില്ലേ, ഒരു നെഗറ്റീവ്, ആ വീട് മൊത്തം ഒരു നെഗറ്റീവ് ഫീൽ തോന്നും. അപ്പം നമ്മൾ ഇവിടെ പോയി ഈ സ്ഥലം കണ്ടു. അപ്പോൾ അകത്തേക്ക് കയറി നോക്കാം എന്ന് വെച്ച് ഞങ്ങൾ ടീംസ് എല്ലാം അകത്തേക്ക് വീണേ കയറി. ഞാൻ നോക്കി ഇവിടെ എങ്ങനെ ചെയ്യാല്ലേ, ഇവിടെ എങ്ങനെ ചെയ്യാല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ടീമിനോട് ഇങ്ങനെ സംസാരിക്കുക. വീണ ഇത് വീണില്ല, വീണേ കാണാനില്ല. അല്ല പ്രേതല്ല, നമുക്ക് ഒരു നെഗറ്റീവ് സഫോക്കേഷൻ ഫീൽ ചെയ്യുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഈശ്വരാ, നോക്കിയപ്പോ ഇതുങ്ങൾ ആരെയും കാണുന്നില്ല. ഒറ്റയടിക്ക് ഞാൻ വെള്ളമിട്ടിറങ്ങിട്ടെ വെളിയിലൊന്നിങ്ങനെ നോക്കിയിരുന്നു. ഇത് കാണിക്കാൻ വന്ന ആള് മരിച്ചിട്ട് 15 വർഷമായത് ആരെങ്കിലും എന്തായാലും നേരിട്ടൊന്നും ചെയ്യാൻ പോണില്ല. എന്തെങ്കിലും വിളക്കണക്കിയോ അതൊക്കെ കണ്ടിരിക്കണം, അല്ലാണ്ട് പാത്രം വലിച്ചെറിയോ, അല്ലാണ്ട് നമ്മുടെ ദേശത്തൊന്നും എന്തായാലും ചെയ്യാൻ പോണില്ല. ശരിക്കും അങ്ങനെ ഒരു പേടിത്തൊണ്ടനായിട്ടുള്ള ഒരു പോലീസുകാരൻ. പേടിത്തൊണ്ടനല്ല, ഭയങ്കര നമ്മൾ ആരായാലും ഒരു ആർട്ടിസ്റ്റ് വന്ന് ഇന്നായി അതിനകത്ത് കേറാനുള്ളൊരു സമയം ഒരു 2 ദിവസം ശൗര്യക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഷാജേട്ടൻ ചെയ്ത ക്യാരക്ടർ ആണെങ്കിലും പരമേശ്വരൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ പരമേശ്വരൻ എന്ന് പറഞ്ഞ ഒരു നിരീശ്വരവാദിയായിട്ടുള്ള പരമേശ്വരൻ, അതാണ് പുള്ളിയുടെ വേർഷൻ. ഇവനില്ലേ മറ്റേ നമ്മുടെ വ്ളോഗർ ട്രെയിലർ കണ്ടു ഞങ്ങൾ. ആ ഒരു സീനിലാണെങ്കിലും ഭയങ്കര രസമായിരുന്നു. അതിന്റെ ഏരിയ മ്യൂസിക്കിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അത് ആ ഇമ്പോർട്ടൻസ് അങ്ങനെ തന്നെ ഡെൻസൺ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതെ, OTT പ്ലാറ്റ്ഫോമുകൾക്ക് ഇൻവെസ്റ്റേഴ്സ് നമുക്ക് വെളിയിൽ നിന്ന് കിട്ടുമെന്ന് ഈ പ്രോജക്റ്റ് ചെയ്ത് തീർന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. അതുവരെ എനിക്ക് അതിനെപ്പറ്റി വിവരം ഉണ്ടായിരുന്നില്ല. കാരണം കൂടെ സ്ട്രോങ് ആയിട്ടൊരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നില്ല. ഇൻവെസ്റ്റേഴ്സ് ബംഗ്ലാവ് നാക്കേണ്ടി വരും. ഒരു ഇപ്പൊ ഹൊറർ സിനിമകൾ ഒരുപാടുണ്ടല്ലോ, അല്ലെ? ഏതെങ്കിലും ഒരു ഫേമസ് ഡയലോഗ് ഒരു പാലക്കാട് ഭാഷയിലൊന്ന് പറയാമോ? കുറെ വാക്കുകളുണ്ട് പാലക്കാട് ഭാഷ. ജലദോഷത്തിന് ചീരാപ്പ് എന്ന് പറയും. ചീരാപ്പ് നമ്മളങ്ങനെ പറയും, കോഴിക്കോട് പറയും. എന്നാ പിന്നെ കുറച്ചാവൂല അങ്ങനെ പോയിട്ട് ഫിഷ് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഫിഷ് ഇഷ്ടമല്ല, അങ്ങനെ ചൂരടിക്കുന്നു. ഇത് ചിലപ്പോ പകുതി ഇംഗ്ലീഷുണ്ട് കയ്യിൽ പോകും. മലയാള സിനിമയ്ക്ക് ഒരു പുതിയ പ്രൊഡ്യൂസറെ അങ്ങനല്ല, ഇതങ്ങ് പ്രൊഡ്യൂസറായി പോയതാണ്. OTTയുടെ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ഫണ്ട് കിട്ടുമെന്നുള്ള ഉറപ്പുണ്ട്. മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ എന്ന് വെച്ചാൽ ലക്കാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു ഇതിലാണ് വെബ് സീരീസ് എടുക്കാൻ വേണ്ടി വന്നത്. വീണ മുമ്പേ അറിയാം, ബാക്കിയുള്ള ജയൻ ചേട്ടൻ മുമ്പേന്നല്ല, എന്റെ ഫസ്റ്റ് ഏഷ്യനെറ്റിന്റെ സീരിയലിലെ സീരിയലിലെ നായകനായിട്ട് അഭിനയിച്ചിരുന്ന ആളാണ്. അത് ആവശ്യമില്ല. അന്ന് എനിക്ക് ഏകദേശം ഒരു 20 വയസ്സ് പ്രായം വരും. ഹായ്, ഹലോ, നമസ്കാരം. സൈന സൗത്ത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജിന ജോസ് പ്രകാശ്. C-Wave ഒറിജിനൽ 2ാമത്തെ മലയാളം വെബ് സീരീസ് ആയിട്ടുള്ള ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൻ്റെ വിശേഷങ്ങളുമായിട്ട് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് വെബ് സീരീസിൻ്റെ ടീം മെമ്പേഴ്സാണ്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. നമസ്കാരം. താങ്ക് യു. സത്യം പറഞ്ഞ് ഞാൻ ആദ്യം താങ്ക് യു പറയാണ്. കാരണം മലയാളത്തിലൊരു ഹൊറർ വെബ് സീരീസിനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. മറ്റു ഭാഷകളിലെ വെബ് സീരീസ്, ഹൊറർ വെബ് സീരീസ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് മലയാളത്തിലൊരു ഹൊറർ വെബ് സീരീസ് വരുന്നില്ല എന്ന് കാത്തിരിക്കുമ്പോഴാണ് നമ്മുടെ ഇതേ വരുന്നു. ശരിക്കും ഡയറക്ടറോട് തന്നെ ആദ്യം പഠിച്ചു വന്നിരിക്കുമെന്ന് തോന്നുന്നു. ശരിക്കും എങ്ങനെയാണ് ഈ വെബ് സീരീസ് ഉണ്ടാവുന്നത്? ഈ ടീം എങ്ങനെയാണ് വരുന്നത്? ടീം ഇത് ഞാനും വീണയും പഴയ സുഹൃത്തുക്കളാണ്. അപ്പോൾ ഞങ്ങൾ മുമ്പും പല പ്രോജക്റ്റുകൾ ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊരു ആന്തോളജി ഫിലിം ചെയ്യാം എന്നൊക്കെ ഉള്ള ഒരു പരിപാടി ഞങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യുന്നു, ഒരു മിനി സീരീസ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ ഒരു പുതിയൊരു ലോഞ്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ വീണയായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ വീണ എന്നോട് ചോദിക്കുന്നു, നമുക്ക് ആ സബ്ജക്റ്റ് സീരീസ് ആക്കിയാലോ എന്നുള്ളൊരു രീതിയിൽ ഇങ്ങനെ. അപ്പോൾ നമ്മൾ ചോദിച്ചു, അത് സീരീസ് ആക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ്, നമുക്ക് എന്നാലും സംസാരിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ സംസാരിക്കാൻ ചെന്ന സമയത്ത് അവർ വീണനോട് പറഞ്ഞു, നമ്മളൊരു സബ്ജക്റ്റ് ലോക്ക് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ സുനീഷ് വാരനാട്, മോഹൻലാലിൻ്റെയൊക്കെ റൈറ്ററില്ലേ, സുനീഷ് ഭായിയുടെ ഒരു സ്ക്രിപ്റ്റ് ഒരു ഹൊറർ കോമഡി ഒരു ലോക്ക് ചെയ്തിട്ടുണ്ട്.
നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വർക്കാവുമെങ്കിൽ നിങ്ങൾ അത് ചെയ്യൂ എന്ന് പറഞ്ഞു. അപ്പം വീണയാണ് എനിക്ക് ആദ്യം 1 ലൈൻ അയച്ചിരുന്നത്. അപ്പോൾ 1 ലൈൻ അയച്ചു തന്നു. നോക്കിയപ്പോൾ കുഴപ്പമില്ലാത്തൊരു പരിപാടിയാണ്. ഞാനിതുവരെ അങ്ങനത്തെ ഒരു സിനിമ വർക്ക് ചെയ്തുകയോ ഞാൻ സ്വന്തമായി ചെയ്തതൊരു ത്രില്ലർ സിനിമയാണ്. വർക്ക് ചെയ്ത സിനിമകളിലൊന്നും ഈ ജോണറിലൊരു സിനിമ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. അപ്പം ഒരു രസമുള്ളൊരു പരിപാടിയാണ്. ഒന്നാ ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് പരിപാടി പിടിച്ചു നോക്കാമെന്നുള്ള ഐഡിയയിലാണ് ഇതിലേക്ക് ഇറങ്ങുന്നത്. സുനീഷിൻ്റെ സ്ക്രിപ്റ്റാണ് ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സീരീസ് എന്ന് പറയുമ്പോഴും മിനി സീരീസ് എന്ന കൺസെപ്റ്റിൽ വരുമ്പോൾ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പം സീ ആണെങ്കിൽ ആദ്യമായിട്ട് മലയാളത്തിൽ സീരീസുകൾ പരീക്ഷിച്ച് തുടങ്ങുകയാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു പരീക്ഷണമായിട്ട് ആദ്യം ഇറക്കുമ്പോഴുള്ള ലിമിറ്റേഷൻസ് എല്ലായ്പ്പോഴും ഏതൊരു കമ്പനിക്കും ഉണ്ടാവും. ആ ഒരു പരീക്ഷണമായിട്ട് ഇറക്കിയതിൻ്റെ ഒരു ലിമിറ്റേഷൻസ് ബഡ്ജറ്റിലാണെങ്കിലും പിന്നെ അതിൻ്റെ ഡേയ്സിലാണെങ്കിലും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് എനിക്ക് എത്രത്തോളം ബുദ്ധിമുട്ട് കുറയ്ക്കാൻ പറ്റും, എവിടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം, പുള്ളി എഴുത്തിലേ അതൊക്കെ ആലോചിച്ചിട്ടാണ് ആ സാധനം വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ ഹൊറർ എന്ന് പറയുമ്പോഴും ഇത് വെറുതെ ഒരാളെ വന്ന് പേടിപ്പിച്ചേക്കാം എന്നുള്ള ഉദ്ദേശം ആക്ച്വലി ഈ സീരീസിലില്ല. അതുകൊണ്ടാണ് ഹൊറർ കോമഡി എന്ന് പറയുന്നത്. ഒരു പാവപ്പെട്ട കുറച്ച് മനുഷ്യർ അതുപോലത്തെ ഒരു സിറ്റുവേഷനിൽ വന്ന് പെടുമ്പോൾ ഉണ്ടാവുന്ന സംഭവങ്ങളിലൂടെ ഡെവലപ്പ് ആവുന്ന ഒരു കാര്യമാണ്. അതിന്റെ കൂടെ ഒരു ചെറിയൊരു ത്രില്ലർ എലമെന്റ് കൂടി ആഡ് ചെയ്തിട്ട് പോകുന്നത് ആ ഒരു ജോണറിലാണ് വർക്ക് ചെയ്യുന്നത്. മലയാള സിനിമയ്ക്ക് ഒരു പുതിയ പ്രൊഡ്യൂസറെ കൂടെ അങ്ങനല്ല, ഇതങ്ങ് പ്രൊഡ്യൂസറായി പോയതാണ്. ഞാനും ചേട്ടൻ ഈ പറഞ്ഞ പോലെ കുറേ നാളായിട്ട് ഒരു പ്രൊജക്റ്റ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി കുറേ ഡിസ്കഷനിലൊക്കെ പോയിക്കൊണ്ടിരുന്നു. പല ആൾക്കാരോടും നമ്മൾ സംസാരിച്ചു. അപ്പോഴേക്കും ഈ ആർട്ടിസ്റ്റുകൾ ഇന്ന വേണം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കിനും ഭയങ്കര ബഡ്ജറ്റ്. അപ്പോൾ ഒന്നും നടക്കാതെ കുറേ കാലമായി. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഏഷ്യനെറ്റിലെ സുനിലേട്ടൻ എന്നോട് പറഞ്ഞിട്ട്, അനിലേട്ടനായിരുന്നു സിയുടെ ഹെഡ്. അപ്പോൾ അനിലേട്ടൻ ഇങ്ങനെ മീറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ഉണ്ട്, നീ എന്നാൽ ചെയ്തു നോക്കി, ഇതാകുമ്പോൾ ടെൻഷൻ ഇല്ലല്ലോ, OTTയുടെ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ഫണ്ട് കിട്ടുമെന്നുള്ള ഉറപ്പുണ്ട്. മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ എന്ന് വെച്ചാൽ ലക്കാണല്ലോ. അപ്പം അങ്ങനെ ഒരു ഇതിലാണ് വെബ് സീരീസ് എടുക്കാൻ വേണ്ടി വന്നത്. എൻ്റെ കൂടെ ഒരു പാർട്ട്ണർ ഉണ്ടായിരുന്നു. ഷൂട്ട് തുടങ്ങി 4-ാം ദിവസം അയാൾ മുങ്ങി. തമാശ അല്ല പറഞ്ഞത്. ഞാൻ സ്ട്രഗ്ലിങ് എന്നൊക്കെ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എൻ്റെ കൂടെ ഇവരുണ്ടായിരുന്നത് കൊണ്ട് എൻ്റെ ഡയറക്ടറും ക്രൂ മെമ്പേഴ്സും എൻ്റെ ആർട്ടിസ്റ്റുകളും അങ്ങനെ തന്നെ പറയാം. അത് എൻ്റെ ഏട്ടൻ്റെ കൂടെയൊക്കെ ഞാൻ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഫാമിലി പോലെയാണ്. ശബരീഷും എൻ്റെ നല്ല സുഹൃത്താണ്. ഇവരൊക്കെ അങ്ങനെ എൻ്റെ കൂടെ നിന്നുകൊണ്ട് മാത്രമാണ് ഈ പ്രോജക്റ്റ് ഇപ്പൊ ഇങ്ങനെ വന്നത്. നല്ല രീതിയിൽ ഷൂട്ട് തുടങ്ങി 4-ാമത്തെ ദിവസം നമ്മളൊരു പ്രതിസന്ധിയാണ്. തുടക്കം തൊട്ടിട്ട് ഒരുപാട് പ്രതിസന്ധികൾ. അങ്ങനെ പോകുമ്പോൾ 4-ാം ദിവസം രാവിലെ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് സൈഡിൽ കൂടി വന്നിട്ട് കാര്യം പറയാം, മറ്റേ പ്രൊഡ്യൂസർ മാറി, അപ്പൊ ഷൂട്ട് നിർത്തണോ? ഷൂട്ടിനൊരു പ്രശ്നം വരില്ല, ഷൂട്ട് കംപ്ലീറ്റ് നടക്കും. ഇത് വേറെ ആരും അറിയാം, ഒരു മനുഷ്യൻ ഇവിടെ അറിയാൻ പാടില്ല, ഒരാളും അറിഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. ഞങ്ങള് പൈസ അയക്കുന്ന സമയത്ത് നമുക്ക് പ്രൊഡ്യൂസർ വിഷയമായിരുന്നു. വീണ ആയതുകൊണ്ട് എല്ലാം കറക്റ്റായി കഴിയുമ്പോ കണ്ട ബാക്കിൽ മുഴുവൻ വീണ നേരത്തെ ആരെ പ്രൊഡ്യൂസർ വെച്ച് വീണ എല്ലാവർക്കും കൂടെ ചെയ്യാം. ഞാൻ നോക്കുമ്പോ ഒരു കറുത്ത കുറി ചരടൊക്കെ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം പേടിയുള്ള ഒരു പോലീസുകാരൻ എന്നാണ് തോന്നുന്നത്. ശരിക്കും അങ്ങനെ ഒരു പോലീസുകാരൻ പ്രയത്നം കാണുമ്പോഴുള്ള ഒരു സംഭവമാണ് അല്ലാന്നാണോ? ശരിക്കും അങ്ങനെ ഒരു പേടി തൊണ്ടനായിട്ടുള്ള ഒരു പോലീസുകാരൻ ആണ് ആ ക്യാരക്ടർ. അങ്ങനെയാണ്. പേടിത്തൊണ്ടനല്ല, ഭയങ്കര വിശ്വാസങ്ങൾ കൂടുതലുള്ളത് കൊണ്ടുള്ളൊരു ഒരു ഭയം. രസമുള്ളൊരു ക്യാരക്ടറായിരുന്നു. ഭയങ്കര ഇവര് രണ്ടുപേരും കൂടിയാണ് വന്ന് പറഞ്ഞത്. അപ്പൊ ആ ക്യാരക്ടർ എനിക്ക് ആ ക്യാരക്ടറാണ് ഇപ്പോഴും. എനിക്ക് സിനിമ ചെയ്യുകയാണെങ്കിലും എന്ത് ചെയ്യണമെങ്കിലും എന്താണ് എന്റെ ക്യാരക്ടറിലൂടെയാണ് നമ്മൾ കഥ പറയുന്നത്. അപ്പൊ ആ ക്യാരക്ടറിനൊരു ക്യാരക്ടർ ഉണ്ടാവണം. അപ്പൊ അത് എന്റെ ഒരു ആഗ്രഹമാണ്. അപ്പൊ അത് ഉണ്ടായിരുന്ന ഒരു ക്യാരക്ടറാണ്. ഭയങ്കര രസമുള്ള ക്യാരക്ടർ. അതിൽ കൂടുതലൊന്നും പറയാനില്ല അല്ലേ? അതിൽ കൂടുതൽ പറഞ്ഞ കഥ പറയേണ്ടി വരും. ശബരിമലയ്ക്ക് നമ്മള് ഒരു ഷൂട്ടില് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഷൂട്ട് പെട്ടെന്ന് നീങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. അതിലൊന്നായിരുന്നു സ്പോട്ട് എഡിറ്റ് എന്ന് പറയുന്ന പരിപാടി ഇല്ലായിരുന്നു. സാധാരണ ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു സീൻ വർക്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് സീൻ വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളതൊന്ന് സ്പോട്ട് എഡിറ്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഏകദേശം ഡ്യൂറേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് ചെക്ക് ചെയ്യാൻ പറ്റും. ഇത് നമ്മളത് വെച്ചിട്ടില്ലായിരുന്നു. അപ്പം ശബരിമല ആദ്യത്തെ ദിവസം വന്ന സമയത്ത്
ഞാനൊരു മീറ്റർ നോർമൽ മീറ്റർ ശബരിവായി തന്നപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊന്ന് കുറച്ച് കയറ്റിയാലോ എന്നിങ്ങനെ 1-2 പ്രാവശ്യം ഇങ്ങനെ ചോദിച്ചപ്പോൾ ശബരിവായി ഡൗട്ട് അടിച്ചിട്ട് എന്നോട് ചോദിച്ചു, എനിക്ക് നിങ്ങളെ ഇപ്പം നമ്മൾ എപ്പോഴും പറയില്ലേ, നമുക്കൊരു ക്യാരക്ടറിൽ കയറി അത് വർക്ക് ചെയ്ത് അതിന്റെ മൂഡൊക്കെ മനസ്സിലാക്കി ചെയ്ത് വരാനുള്ളൊരു സമയമില്ലേ, അതില്ല. ഇല്ല. ആദ്യത്തെ ഷോട്ടിൽ ക്യാരക്ടർ വന്നു 15 ദിവസം ഷൂട്ട്, 15 ദിവസം ഷൂട്ട്, ഡേ നൈറ്റ് ഷൂട്ട് 3 ദിവസം, ഉറങ്ങാതിരുന്ന ഷൂട്ട് 3 ദിവസം, ടോട്ടൽ പറഞ്ഞ ഒരു 20, ശരിക്കും പറഞ്ഞാൽ 1 മാസം ഷൂട്ട് ചെയ്യേണ്ട പ്രൊജക്ട് നമ്മള് 16 ദിവസം കൊണ്ട് തീർത്തു. ഡേ ആൻഡ് നൈറ്റ് ആണ് കണ്ടിന്യൂ ഷൂട്ട്, നല്ല ഹെവി ഷൂട്ട്. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യത്തെ ദിവസം ഷൂട്ട് ചെയ്യുന്നത് നമ്മൾ ആ ഒരു ബിൽഡിംഗ് എടുത്തു കഴിഞ്ഞാൽ റൂമിൽ നമ്മൾ ലൈറ്റും സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാം, എന്നാൽ പിന്നെ ഈ റൂമിലുള്ളത് മൊത്തം തീർത്തിട്ട് അങ്ങ് ഇറങ്ങാമെന്നുള്ള അങ്ങനെയൊക്കെയാണ് കൺസെപ്റ്റ്. അപ്പൊ നമ്മൾ ആദ്യത്തെ ദിവസം വെച്ചപ്പോൾ ശബരിമേനോട് നമുക്ക് 16ാമത്തെ സീനിലങ്ങ് തുടങ്ങാം. അപ്പോഴാണ് നമ്മൾ ആരായാലും ഒരു ആർട്ടിസ്റ്റ് വന്ന് ഇന്നായി അതിനകത്ത് കേറാനുള്ളൊരു സമയം ഒരു 2 ദിവസം ശബരിമയ്ക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. റൂമിൽ കയറാനുള്ള സമയം പോലും ഇല്ല. പിന്നെയാണ് മറ്റേ ആർട്ടിസ്റ്റ് ക്യാരക്ടറിലേക്ക്. അപ്പൊ അത്രയും ഉണ്ടായിരുന്നുള്ളൂ. ശബരിമയ ആ ഒരു ആദ്യത്തെ 2 ദിവസം ആണ് അതിനകത്ത് ഇത് ഓക്കെയാണോ എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ളൂ. ബാക്കി അന്നപ്പോഴേക്ക് പിന്നെ ഇന്നായി ക്യാരക്ടർ. അത് കാരണം ആദ്യത്തെ എപ്പിസോഡിലെ 2ാമത്തെ സീൻ ചെയ്തു, 7ാമത്തെ എപ്പിസോഡിൽ 6ാമത്തെ സീനും ചെയ്തു. പിന്നെ പക്ഷെ ഒരു കാര്യമുണ്ട്, ശബരി ഇതുവരെ ചെയ്തതിൽ നിന്നും ഞാൻ മുഴുവൻ കണ്ടിരുന്നു, വ്യത്യാസമായിട്ടുള്ള ഒരു പെർഫോമൻസാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതെ, അങ്ങനെയാണ്, അങ്ങനെ തന്നെയാണ്. പോലീസ് ആണേ ഉള്ളൂ, പക്ഷെ ക്യൂട്ട്നെസ് വരെ ഇതറേക്കുക. അത് ഈ നീന്തൽ അറിയാതെ വെള്ളത്തിൽ ചാടുമ്പോഴേ ചിലപ്പോ പഠിച്ചു പോകില്ലേ നമ്മള്. ഒരുപാട് ആലോചിച്ചിട്ട് അതിന്റെ പാചകത്തിന് ഒരുപാട് സാധനങ്ങളൊക്കെ യൂസ് ചെയ്ത് ഏറ്റവും നന്നായിട്ട് ഉണ്ടാക്കണമെന്ന് ഒരു കറി ഉണ്ടാക്കിയത് ചിലപ്പോൾ മോശമാണ്. പെട്ടെന്നൊരു കറി ഉണ്ടാക്കി ഏറ്റവും ടേസ്റ്റി അതായിരിക്കും ഒരു പക്ഷേ. ഞങ്ങൾ ഒരു പക്ഷേ ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഇതായിപ്പോയോ അല്ലെങ്കിൽ അത് എവിടെയെങ്കിലും മിസ്സായിപ്പോയോ, ഇത്രയും ദിവസം കൊണ്ട് ഇതായിപ്പോ നമ്മൾ ഉറക്കത്തിന്റെയും എല്ലാം കൂടി ഇട്ട് മൊത്തം സ്ട്രഗിൾ ആയിരിക്കും എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഫൈനൽ ഔട്ട് നമ്മള് ഈ പറയുന്ന രീതിയിൽ അതിൽ പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞത് തന്നെയാണ്, ആ ക്രൂ ആൻഡ് കാസ്റ്റ് അത് ഭയങ്കര സിങ്കായിരുന്നു. അത് വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ പിന്നെ കൂടുതലും സുഹൃത്തുക്കളുടെ മണ്ണാണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പെട്ടെന്നൊരു സിനിമയ്ക്ക് വീണയെ മാത്രമേ അറിയുള്ളൂ. ഷാഹിച്ചേട്ടനെയും സൈജുബായിയൊക്കെ, ഷാഹിച്ചേട്ടനെ കണ്ടിട്ടുണ്ട്, സൈജുബായി ആണ് അപ്പോഴാണ് പരിചയപ്പെടുന്നത്. നമ്മൾ നേരിട്ട് പരിചയമില്ല, അപ്പോഴാണ് അറിയുന്നത് ഞാൻ പടം ചെയ്ത ആളാണെന്നൊക്കെ പിന്നീട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെട്ടു. ബാക്കി എല്ലാവരും ഒരുവിധപ്പെട്ട 99% വീണ ഒഴിച്ച് ബാക്കി എല്ലാവരെയും അവിടെ ചെന്നാ പരിചയപ്പെടുന്നു. എന്നെ സംബന്ധിച്ച് നേരെ തിരിച്ചായിരുന്നു, ബാക്കിയെല്ലാം നമ്മുടെ ടീമാണ്. ശബരി ആദ്യം മാത്രമാണ് എന്നെ സംബന്ധിച്ച് പുതിയത്. ഷാജേട്ടനെ ഞാൻ AD ആയിരുന്ന സമയത്ത് ഷാജേട്ടനോട് വർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലാതെ അറിയാം, മുമ്പേ അറിയാം. ബാക്കിയുള്ള ജയചേട്ടൻ മുമ്പേ അറിയുന്നല്ല, എന്റെ ഫസ്റ്റ് ഏഷ്യനെറ്റിന്റെ സീരിയലിലെ എന്റെ നായകനായിരുന്നു. പണ്ട് സീരിയലിലെ നായകനായിട്ട് അഭിനയിച്ചിരുന്ന ആളാണ്. അത് ആവശ്യമില്ല. ഞാൻ +2 പഠിക്കുമ്പോ അന്ന് എനിക്ക് ഏകദേശം ഒരു 20 വയസ്സ് പ്രായം വരും. ചേട്ടനാ അന്നിട്ട് 30. അപ്പോ അപ്പം അങ്ങനെയുള്ള ഒരു ടീമിന്റെ ഒരു എപ്പോഴല്ല. ഇപ്പം എന്റെ കൂടെ സിനിമ വർക്ക് ചെയ്ത ടീം, പിന്നെ ക്യാമറാമാൻ സുധി, പിന്നെ എന്റെ അസോസിയേറ്റ് ഉമേഷ് ആണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് AD ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം എന്നെ സംബന്ധിച്ച് ആ ഏരിയ എന്റെ ഒപ്പമുണ്ട്, എന്റെ ടീമെല്ലാം ഓക്കെയാണ്. എനിക്ക് ഇത് മാത്രമാണ് വലിയ പരിചയം. പക്ഷെ ആദ്യത്തെ സീൻ കഴിഞ്ഞോട് കൂടിയിട്ട് എന്റെ എല്ലാ പ്രശ്നങ്ങളും മാറി എന്നുള്ളതാണ്. പിന്നെ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, അതാണ് എനിക്ക് കിട്ടിയ പ്രശ്നം. നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഞങ്ങൾ ഒരുമിച്ച് പടം ചെയ്തതാണ് സുധിയേട്ടന്. സുധിയേട്ടനെ വിട്ടുപോയി, അപ്പം പരിചയം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങള് മെയിനുള്ള ധൈര്യം എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുമിച്ചൊരു പടത്തിൽ അഭിനയിച്ചതാണ്. അതുകൊണ്ട് അപ്പം എനിക്കറിയാം എങ്ങനെയായിരിക്കും സെറ്റ് ഉണ്ടാവുന്നത്. ധൈര്യമായിട്ട് നമുക്ക് സെറ്റിലേക്ക് വരാം. ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ക്യാരവന്റെ ഒരു സൈഡ് ഞാൻ, ഒരു സൈഡ് ഇവനായിരുന്നു. അല്ലല്ല, വെള്ളരിപ്പട്ടണത്തിലാ പറഞ്ഞേ. ഞാന് ഫസ്റ്റ് ഈ പ്രൊജക്റ്റില് ഈ കഥ പറയുമ്പോഴേ
ഒരു ക്യാരക്ടർ എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു ഈ ക്യാരക്ടർ ഷാജോട്ടൻ മതി. എന്നോട് ആദ്യം പറഞ്ഞത് അതാ. എന്നിട്ട് ഷാജോട്ടിനെ വിളിച്ചിട്ടേ ഷാജോട്ടാ ഞാൻ ഒരു ചെറിയ ഷോർട്ട് ഫിലിം പോലത്തെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടേ വേറെ സിനിമയ്ക്ക് വിളിക്കുമല്ലോ. ചെറിയ പടമാണ് അഭിനയിക്കുന്നത് അമിതാഭ് ബച്ചൻ, പിന്നെ മലയാളത്തിൽ ലാലേട്ടൻ ഒക്കെയാണ്. ചെറിയ പടമാണ്. അതായത് നമ്മള് ഇവിടെ പറയുന്നത് ഇവിടെ നമ്മള് എപ്പോഴും വേണൊരു പ്രൊജക്ട് വരുമ്പോൾ എപ്പോഴും നമ്മൾ, കാരണം ഞങ്ങള് അക്കാമ സ്റ്റാലിനും പത്രോസ് ഗാന്ധിയും അങ്ങനെയുള്ള സീരിയൽസ് ഒക്കെ ഭയങ്കര വൈബാണ്. ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ആയിക്കോട്ടെ, അല്ലാതെ ഫ്രണ്ട്ലി ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ. അപ്പോൾ വീണ പറയുമ്പോൾ നമ്മളെ നോ പറയാറില്ല ഒരു തരത്തിൽ. പക്ഷെ ഇതിനകത്ത് ഇങ്ങനെ സംഭവമാണ്. ചെറിയ വീട് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങ് ഇത് ചെയ്യുന്നു. പിന്നെ നമ്മൾ വേറെ ഒന്നും കാര്യങ്ങളില്ല. ആ ഒരു കൂട്ടായ്മ വരുക. ശബരീഷ് മാത്രം നമുക്ക് പരിചയമില്ലാത്തുള്ളൂ ആക്ച്വലി പറഞ്ഞത്. എനിക്കോട് ശബരീഷിന്റെ കയ്യിൽ ചാട്ട് കെട്ടിയതിന്റെ ബാക്കി 2 ചാട്ട് ഇവർ രണ്ടുപേരും കയ്യിൽ അല്ല അവിടെ പ്രശ്നമായിരുന്നു. വീണ എന്നോട് ശബരീനെ കാണാൻ പോകുമ്പോ അട്ടാസൻ ലൊക്കേഷനിലായിരുന്നു. അല്ല ഇത് ലൊക്കേഷനിലായിരുന്നു കാണാൻ പോകുന്നത്. അപ്പം അവിടെ പോകുമ്പോഴേ വീണ എന്നോട് പറയുന്നുണ്ടായിരുന്നു, അങ്ങനെയല്ല ശബരി നമ്മുടെ ഫ്രണ്ടാണ്, അങ്ങനത്തെ ഒരു ടെൻഷനേ വേണ്ട, ആ ഒരു ഭയങ്കര കമ്പനിയാണ്. പിന്നെ വൈശാഖ് എൻ്റെ ഫ്രണ്ടാണ്, ഗുരുവാണ്. പിന്നെ ടെർബോ അവരെന്നെ തൊട്ട് മുമ്പ് ചെയ്തതാണ്. അപ്പോൾ വൈശാഖ് എന്നോട് ഓൾറെഡി ശബരിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവർ നല്ല കമ്പനിയായിരുന്നു അത് കഴിഞ്ഞോട് കൂടിയിട്ട്. അപ്പം ഇനി പിന്നെ ആ ടെൻഷൻസ് ഒന്നും എന്നെ ബാധിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ആദ്യത്തെ സീൻ കഴിഞ്ഞോട് കൂടിയിട്ട് ആർട്ടിസ്റ്റിന്റെ ഭാഗത്തുനിന്നോ ക്രൂവിന്റെ ഭാഗത്തുനിന്നോ ഉള്ള ടെൻഷൻസ് ഒന്നും ആക്ച്വലി ഉണ്ടായിരുന്നില്ല. നമ്മളുടെ സമയവും ഈ ഇത് മാത്രമായിരുന്നു നമ്മളെ ബുദ്ധിമുട്ടിച്ചിരുന്ന ഒരേ ഒരു കാര്യം. പക്ഷെ ഇവരില്ലായിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ പെട്ടുപോകാൻ കേട്ടോ. ഈ എനിക്കറിയാവുന്ന ആൾക്കാരായിരുന്നു എല്ലാവരും. ഇവരും ആരും ഒരു ലൊക്കേഷനിലും ഇങ്ങനെ വർക്ക് ചെയ്യില്ല എന്ന് എനിക്കറിയാം. കാരണം രാത്രി വെളുപ്പാൻ കാലം വരെ ഷൂട്ട് കഴിഞ്ഞിട്ട് വീണ്ടും ഇവരെല്ലാവരും 6-7 മണിക്ക് ലൊക്കേഷനിൽ. അല്ല ഞാനത് സീരിയസ് ആയിട്ട് പറയാം. ഇവിടെ എന്നോട് ജയൻ ചേട്ടൻ ഉണ്ട്, അത് ജയൻ ചേട്ടനുണ്ട്, ശ്രീജിത്ത് ഉണ്ട്. ജയൻ ചേട്ടനൊക്കെ വിളിച്ചിട്ട് ബാലാജിയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, ബാലാജേട്ടനൊക്കെ സെന്തിലേട്ടനുണ്ട്. എടി നീ ആയതുകൊണ്ടാണ് ഈ സമയം വരെ ഞാനിവിടെ നിൽക്കണേ. ഞാനല്ലേ ക്ഷമിക്ക് പ്ലീസ്. ഇത് ഒരു ദിവസം പറയും, എല്ലാ ദിവസവും വെളുപ്പാങ്കാലത്ത് 2:30-ക്കും 3:00-ക്കും ഞാനിങ്ങനെ പറഞ്ഞ എങ്ങനെ ഉണ്ടാവും. സത്യം. പക്ഷെ പരസ്പരം പ്രൊഡ്യൂസർ ആദ്യത്തെ ഒരു സംരംഭം ആൾക്കാർ ഭയങ്കര അല്ല അതല്ല ഇവരില്ലെങ്കിൽ ഞാൻ ഈ പ്രോജക്റ്റ് ഉണ്ടാവില്ല. ജോളി ശബരി പറഞ്ഞില്ലേ, ജോളിയായിട്ട് ലൊക്കേഷനിൽ അതായിരിക്കും പ്രതീക്ഷിച്ചു വന്നു. ആദ്യത്തെ 3-4 ദിവസമൊക്കെ ഉള്ള മുഖത്ത് ചിരി പോലും ഞാൻ കണ്ടിട്ടുള്ളൂ. അതിനുശേഷം ചിരിച്ചു പോലും ഞാൻ അവിടെ ഇവിടെ വരുമ്പോഴേ എനിക്ക് പേടിയാ. ഞാൻ പിന്നെ ആ ഏരിയക്ക് നോക്കൂല. പിന്നെ ഞാൻ ലേറ്റ് ആയിട്ടൊക്കെ വരുന്ന രീതിയിലെത്തി എനിക്കൊന്നും കാണാൻ വയ്യ ഇങ്ങനെയൊക്കെ. പക്ഷെ ഭഗവാൻ അനുഗ്രഹിച്ച് എല്ലാം അടിപൊളിയായി, സൂപ്പറായി. പക്ഷെ അവിടെ പ്രേതം ഉണ്ട് കേട്ടോ. ഞാനത് ചോദിക്കാം, ശരിക്കും പ്രേതം ഇപ്പൊ ഹൊറർ ശരിക്കും ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പേടിച്ച ഒരാളും വീണയായിരിക്കും. 5 ദിവസം കൊണ്ട് വർക്ക് തീരുമില്ല. അല്ല ആദ്യം പേടിച്ച അവളിനെ കേട്ടോ. പിന്നെ അതിനകത്ത് ആ വീടില്ലേ, ഒരു നെഗറ്റീവ്, ആ വീട് മൊത്തം ഒരു നെഗറ്റീവ് ഫീല് തോന്നും. ഉഗ്രം പോസിറ്റീവ്. ഒറ്റയ്ക്ക് ഞാനവിടെ ഒറ്റയ്ക്ക് താമസിക്കും. ഇവർക്കൊക്കെ പേടിയുള്ള കൂട്ടത്തിലാണ്. അല്ല ഇപ്പൊ ഈ ഹൊറർ സിനിമകൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സീരിയസ് മൂവി ആണെങ്കിൽ ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഡയറക്ടർ ശ്രമിക്കാറുണ്ട്, കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ചില്ലാണെങ്കിലും എല്ലാവരും ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യണമെന്ന് പറയും. മൂഡ് ക്രിയേറ്റ് ചെയ്യാനല്ല, ലൈറ്റ് ഉണ്ടായിരുന്നില്ല. നമ്മള് ഒരു സൈഡ് ഒരു ചെറിയ ഇടിഞ്ഞു പൊളിഞ്ഞ പോലെയൊക്കെ ഉണ്ട്, ഫുൾ നൈറ്റ്. ഒന്ന് ആലോചിച്ചു, ഞങ്ങൾ ഒരു സൈഡിൽ ഞങ്ങളുടേതായ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് നമ്മൾ ആ ഭാഗം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്നു. അവിടെ നിന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് ചുറ്റും ഒന്നുമില്ല. പിന്നെ ഇപ്പുറത്ത് സെമിത്തേരി ഉണ്ടല്ലേ, ഒരു ചെറിയ ഒരു ഇതുണ്ട്. പിന്നെ അവിടെ ഈ പൊട്ടിപ്പൊളിഞ്ഞ കുറെ സാധനങ്ങൾ കൂട്ടിയിട്ടിട്ടുണ്ട്. ആ ഏരിയയിലേക്കൊക്കെ പോകുമ്പോൾ വേറെ നല്ലൊരു ഫീലാ. നല്ലൊരു ഫീലാണ്. ഇതിന് ശേഷം അതായത് ലൊക്കേഷൻ കാണാൻ വേണ്ടിയിട്ട് ആദ്യം പോയപ്പോൾ വീണയുണ്ട് അന്ന് കൂടെ. അപ്പോൾ ഞങ്ങള് വിനോദ് എന്ന് പറഞ്ഞാൽ നമ്മളെ കൺട്രോളർ സെറ്റ് വാണ്ടത്തുള്ള. അപ്പം പുള്ളി നമ്മളെ കുറച്ച് ലൊക്കേഷൻസ് ഒരു 4-5 ഉണ്ട്, അധികമൊന്നുമില്ല, ഒരു 4-5 ലൊക്കേഷൻ ഉണ്ട്. നമുക്ക് ഇതൊന്നും പോയി നോക്കാം, ലിമിറ്റഡ് ആണ് നമ്മൾ പറയുന്ന പോലത്തെ ലൊക്കേഷൻ. അപ്പം നമ്മൾ ഇവിടെ പോയി ഈ സ്ഥലം കണ്ടു. അപ്പോൾ അകത്തേക്ക് കയറി നോക്കാം എന്ന് വെച്ച് ഞങ്ങൾ ടീംസ് എല്ലാം അകത്തേക്ക് വീണയും കയറി. ഞാൻ നോക്കി ഇവിടെ എങ്ങനെ ചെയ്യാല്ലേ, ഇവിടെ എങ്ങനെ ചെയ്യാല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ടീമിനോട് ഇങ്ങനെ സംസാരിച്ചു. വീണ ഇത് വീണയെ കാണാനില്ല. ഞാനിതൊക്കെ കഴിഞ്ഞ് അപ്പുറത്തോട്ട് ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞു,
ഇത് കുറച്ച് അങ്ങോട്ടൊക്കെ പോകുമ്പോൾ കുറച്ച് പ്രശ്നമാട്ടോ. നമുക്ക് ഇവിടെ പിടിക്കാം, ഇങ്ങനെ പിടിക്കാന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നിന്ന് ആള് പുറത്തെ ചായയോടെ ഇങ്ങനെയൊക്കെ. ഞാൻ എന്താ എനിക്ക് അതിന്റെ ഉള്ളിൽ കയറിയപ്പില്ലേ ഭയങ്കര നെഗറ്റീവ് എനർജി, മറ്റു സാധനം എനിക്ക് ഭയങ്കര അതൊന്നാമത്തെ കാര്യം കുറെ ആയിട്ട് അടഞ്ഞിടക്കുക. അല്ല പ്രേതല്ല, നമുക്ക് ഒരു സഫോക്കേഷൻ ഫീൽ ചെയ്യുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഈശ്വര, നോക്കിയപ്പോ ഇതുങ്ങൾ ആരെയും കാണുന്നില്ല. ഒറ്റയടിക്ക് ഞാൻ വെള്ളമിറങ്ങിട്ടെ ഇങ്ങനെ നോക്കിയിരുന്നു. ഇത് കാണിക്കാൻ വന്ന ആള് മരിച്ചിട്ട് 15 വർഷമായത് ആരെങ്കിലും ശരിക്കില്ല. ഇപ്പൊ ഹൊറർ പിന്നെ ഒരു പ്രേതശല്യമുള്ള ഒരു ബംഗ്ലാവ്, അതിലേക്ക് നിങ്ങൾക്ക് ഒരു ദിവസം താമസിക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ കൂടെ ഒരാളെ വേണമെങ്കിൽ കൂട്ടാം. അങ്ങനെയാണെങ്കിൽ കൂട്ടുന്ന ഒരാളായിരിക്കും ഈ കൂട്ടത്തില്. ഗേൾസ് ആണെങ്കിൽ ഒറ്റക്ക് വെക്കോളാം. ഞാനിപ്പോ ശബരിയെ വിളിക്കും. ശബരിക്ക് പേടിയില്ല. പേടിയില്ലേ? ശബരി പുതിയ നമ്മളെ ഇപ്പൊ എന്റെ കാലത്ത് ഞാൻ രാവുന്ന സമയത്ത് ഒരുപാട് കുഞ്ഞ് ആയിരിക്കുന്ന സമയത്ത് ചോറ്റാനിക്കര പോലുള്ള സിനിമകളിൽ പണ്ട് പ്രേതം വരാതിരിക്കാൻ തോർത്ത് ചുറ്റി അങ്ങനെയൊക്കെ. അപ്പൊ അത് കണ്ട് ഭയപ്പെട്ടൊരു കാലവും, ഈവിൾ ഡെഡ് എന്നുള്ള സിനിമ കണ്ടിട്ട് ദൂരെ ഇരുന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കാലവും, പിന്നെ ആകാശാംഗം പോലുള്ള സിനിമകൾ ഹിറ്റാകുന്ന ആ സിനിമ നമ്മളുടെ ജനറേഷൻ ശേഷം കുഞ്ഞുങ്ങള് തിയേറ്ററിൽ നമുക്ക് എടുത്ത് പുറത്തു കൊണ്ടുവന്നു പേടിച്ചിട്ട്. അതൊക്കെ ഭയം ഉണ്ടായിരുന്നു. ഇന്നിപ്പോ നമുക്കത് കാണുമ്പോൾ ഭയം ഉണ്ടാവില്ല. ഒന്ന് എനിക്ക് ഞാനൊരു വിശ്വാസിയായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോഴും എനിക്കിതിൽ പേടിയില്ലായിരുന്നു. പേടിയുള്ളത് വല്ല കള്ളന്മാര് വരുമോ അല്ലെങ്കിൽ പാമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയുള്ള പേടികളെ മനുഷ്യരെ പേടിയുള്ളൂ, പ്രേതനെ പേടിയില്ല. കള്ളം കറുത്ത ഡ്രസ്, മറ്റേ വൈറ്റ് ഡ്രസ് ആണ് വ്യത്യാസം. പ്രേതം എന്തായാലും നേരിട്ടൊന്നും ചെയ്യാൻ പോണില്ല. എന്തെങ്കിലും വിളക്കണക്കിയോ അതൊക്കെ കണ്ടിരിക്കണം. അല്ലാണ്ട് പാത്രം വലിച്ചെറിയോ അല്ലാണ്ട് നമ്മുടെ ദേഹത്തൊന്നും എന്തായാലും ചെയ്യാൻ പോണില്ല. മറ്റേ ഡ്രാക്കുള പുറത്തല്ലേ, ഇങ്ങോട്ട് വരില്ലല്ലോ. ബ്ലഡ് കുടിച്ചോണ്ടിരുന്ന പറഞ്ഞേ. പക്ഷെ നീലി അവിടെ ഇല്ലായിരുന്നു എന്നാണ്. നീലി ന്യൂജനായല്ലോ. അതോടുകൂടി ആ പേടിയില്ലായിരുന്നു. എന്നെ സംബന്ധിച്ചാണ് എനിക്ക് ആ പേടിയില്ല കേട്ടോ. ഈ ഭൂതപ്രേതാദികൾ ഇപ്പോഴത്തെ കുട്ടികളെ കൊറിയൻ ഫിലിമും ബാക്കിയുള്ളതെല്ലാം കണ്ട് ഞെട്ടിക്കാനും പേടിക്കാനും വലിയ ബുദ്ധിമുട്ടാണ് ആക്ച്വലി. പക്ഷെ നമ്മളൊരു കുഞ്ഞു കഥ മനോഹരമായിട്ട് നമ്മളൊരു ഹൊറർ എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഫാമിലിക്ക് ഇഷ്ടമുള്ള ആർക്കും കാണാവുന്ന തരത്തിൽ അങ്ങനെയുള്ളൊരു ഇതിലാണെങ്കിലും നമ്മൾ പേടിപ്പിക്കാന്നുള്ളൊരു ഉദ്ദേശമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനെ ഒരു ഫണ്ണായിട്ട് അതിനെ കാണും. അത് ഒരു ഇതുപോലെ പേടിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനിൽ കുറച്ച് ശുദ്ധരായ മനുഷ്യർ എത്തിപ്പെടുമ്പോൾ അവർക്കുണ്ടാവുന്ന അനുഭവങ്ങൾ, അതിനകത്തുനിന്ന് അവരെങ്ങനെ പുറത്ത് കിടക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന ഒരു നോട്ടാണ് ഇതിന്റെ. ഞങ്ങളുടെ പേടി ബാക്കിയുള്ളവർക്ക് ഫണ്ണാവുന്നതാണ്. നമുക്ക് കിട്ടിയ ഫണ്ട് ബാക്കിയുള്ളവർക്ക് കിട്ടില്ലേ എന്നുള്ളതാണ് ഇനി ഞങ്ങൾ അറിയാൻ കാത്തിരിക്കുന്ന ഒരു സാധനം. ഇപ്പം പാലക്കാട് ഭാഷ വളരെ രസമായിട്ട് സംസാരിക്കുന്ന ഒരാളെ ഞങ്ങൾ സജിയോട് പറയുമ്പോൾ ശരി, എനിക്കൊരു ആഗ്രഹമുണ്ട്. ഒരു ടാസ്ക് പോലെ തരാണെങ്കിൽ ഒരു ഇപ്പൊ ഹൊറർ സിനിമകൾ ഒരുപാടുണ്ടല്ലോ, അല്ലെ ഏതെങ്കിലും ഒരു ഫേമസ് ഡയലോഗ് ഒരു പാലക്കാട് ഭാഷയിലൊന്ന് പറയാമോ? കുറെ വാക്കുകളുണ്ട് പാലക്കാട് ഭാഷയിൽ. ജലദോഷത്തിന് ചീരാപ്പ് എന്ന് പറയാം. ചീരാപ്പ് നമ്മൾ അങ്ങോട്ട് പറയും, കോഴിക്കോട് പറയും. എന്നാ പിന്നെ കുറച്ചവര് അങ്ങോട്ട് പോയിട്ട് പറയും. പിന്നെ അതുപോലെ ബാക്കിൽ പുറകിൽ വെക്കുന്ന മൺചട്ടിയുടെ വെള്ളം വെക്കുന്ന സ്ഥലമല്ലേ, പരീത്തുക്കലം എന്ന് പറയും. പരീത്തുക്കലം, പരിയമ്പറം എന്ന് പറയും. പിന്നെ അപ്പൊ അതുപോലെ ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ ഈ പറയുന്നില്ല, ചില പിള്ളേരൊക്കെ പറയും ഫിഷ് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ, ഫിഷ് ഇഷ്ടമല്ല, അങ്ങനെ ചൂരടിക്കുന്നു. ഇത് ചിലപ്പോൾ പകുതി ഇംഗ്ലീഷ് ഉണ്ട് കയ്യിൽ നിന്ന് പോകും. പിന്നെ പറയുന്ന ആൾക്കാരൊക്കെ നമ്മള് എല്ലാത്തിനും റെസ്പെക്ട് കൂടുതലാണ് എല്ലാവരോടും. ആ ഏട്ടാ എന്തോ ഒരു കൂട്ടം കൂടെയാണ്, എന്താണ് നിങ്ങളുടെ വീട് എവിടെയെന്ന് ഏട്ടാന്ന് പറഞ്ഞിട്ടേ പറയണം. അപ്പൊ എല്ലാത്തിനും ഏട്ടാന്ന് വിളിച്ചിട്ടേ പറയും ഏട്ടാന്ന്. പിന്നെ കുട്ടികളൊക്കെ ഏറ്റവും ചെറിയ കുട്ടികളെല്ലാവരും ഉണ്ണി എന്നൊക്കെ വിളിക്കും. ആ ഉണ്ണിന്റെ വീട് ഭർത്താവിന്റെ വീടേ ഇങ്ങനെ വലിച്ചു ഭാഷയായിട്ട് എവിടേക്കോ കരുവാട് എന്നല്ലേ പറയുന്നത്. ഉണക്കമീൻ, നങ്കിമീൻ, കരുവാട് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം. ഇത് ആക്ച്വലി ഈ പറയുന്ന ഒരു കുറച്ച് ഉള്ളേരിയകളിലും പഴയ ആൾക്കാർ ഇപ്പോഴത്തെ ജനറേഷൻ വന്ന ഒന്നും അങ്ങനെ ഒരു കൂടുതൽ ഈ ഭാഷയിലേക്ക് സംസാരിക്കില്ല. പക്ഷെ നല്ല രസമാണ്, ടോണുണ്ട്. ഭയങ്കരമായിട്ട് നമുക്കൊരു ഇന്നസെന്റ് ഫീൽ കേട്ടിരിക്കാൻ ഭയങ്കര രസമാണ്. ഇപ്പൊ ഓൾറെഡി നമുക്ക് അഞ്ഞിൽ പറ്റാൻ വേണ്ടിട്ട് ഒരു പോഡ്കാസ്റ്റ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അറിഞ്ഞില്ലേ? സർപ്രൈസ് വരുവാ ഇന്നുണ്ട്. ഇന്ന് നിങ്ങൾ രണ്ടുപേരും ഗസ്റ്റ് അതിനകത്ത്. അറിഞ്ഞില്ല അതൊക്കെ.
ഞാൻ ആകെ മഞ്ജു ചേച്ചി, നമ്മുടെ പാഷാണ ഷാജി, ഇനി പക്ഷെ മെയിൻ സിനിമയുടെ പ്രൊമോഷൻ വന്നു തുടങ്ങിയിട്ടുണ്ട്. ചുമ്മാ ഒരു സൈഡിൽ എന്തായിരുന്നു അതിന്റെ ഒരു പ്രചോദനം എന്തായിരുന്നു? പ്രചോദനോ? അതല്ല, ഞാനേ ഫേസ്ബുക്കിൽ ചുമ്മാ വീഡിയോ ഇട്ട് തുടങ്ങിയപ്പോ എനിക്ക് പേയ്മെന്റ് വന്നു തുടങ്ങി. അപ്പൊ നോക്കിയപ്പോ കൊള്ളാലോ, ആഹാ എന്നാ പിന്നെ ഇട്ട് നന്നായിട്ട് ഇടാന്ന് വിചാരിച്ചു. ഇവരെയൊക്കെ വിളിക്കണം. നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനല്ലോ, ഉത്തരം പറയാൻ അറിയില്ലല്ലോ, നമുക്ക് എഴുതാനല്ലേ അറിയുള്ളൂ, വായിക്കാൻ അറിയില്ലല്ലോ. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ? ശരിക്കും ഇപ്പൊ എല്ലാ സെലിബ്രിറ്റീസ് ഇപ്പൊ പോഡ്കാസ്റ്റ് തുടങ്ങി അല്ലെങ്കിൽ ഇന്റർവ്യൂസ് ചെയ്ത് തുടങ്ങി, അങ്ങനെ ഒരു ആഗ്രഹം ശരിക്കും ഉണ്ടോ? ആർക്ക്? എനിക്ക് അങ്ങനെ ആഗ്രഹമുണ്ട്, പക്ഷേ സിനിമയെ ബന്ധപ്പെട്ട് ചെയ്യാൻ താല്പര്യമില്ലെന്നുള്ളൂ. വേറെ അല്ലാതെ ഇന്റർവ്യൂസ് ഒക്കെ എനിക്ക് ഇഷ്ടമാണ്, ചോദ്യങ്ങൾ ചോദിക്കുന്നത് രസകരമായിട്ടിരിക്കുന്നതൊക്കെ ഇഷ്ടമാണ്. എനിക്കിഷ്ടമാണ്, പക്ഷെ ഞാൻ ചിലപ്പോ തുടങ്ങിയേക്കാം. ആഹാ, ഇതിപ്പോ എല്ലാവരും ഇപ്പൊ കൂടുതൽ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ കുറെ അധികം സമയം ചെലവഴിക്കുന്നുണ്ട്. എല്ലാവർക്കും ഫോണായില്ലേ കയ്യില്. അപ്പൊ നല്ല സംഭവമാണെങ്കിൽ ഇനിയിപ്പം വലിയ വലിയ സെലിബ്രിറ്റീസ് അല്ല എങ്കിൽ കൂടി പറയുന്ന കാര്യത്തിനകത്ത് കണ്ടന്റ് ഉണ്ട്, കേൾക്കാൻ ആൾക്കാരുണ്ട്. ശരിക്കും പോഡ്കാസ്റ്റ് എന്ന് പറയുന്ന ഒരു മാറ്റർ സംസാരിച്ചുകൊണ്ട് അതിനെപ്പറ്റിയേ പറഞ്ഞ് അങ്ങനെ പോകുന്നതാണ് ശരിക്കും നമ്മളിവിടെ പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞ് എല്ലാവരും ചെയ്യുന്നത് ഇന്റർവ്യൂ തന്നെയാണ്. പേര് പോഡ്കാസ്റ്റ് എന്ന് ഇടുന്നതേ ഉള്ളൂ. ശരിക്കുള്ള പോഡ്കാസ്റ്റ് അതല്ല. അതെ, ഈ ചെറിയ മൈക്ക് വെച്ചാൽ അത് പോഡ്കാസ്റ്റ് ആയി. ഒരു സബ്ജക്ട് ഡീൽ ചെയ്യാന്നുള്ളതാണ്, അതാണ് സത്യം. ഇതിലൂടെയാണ് ആക്ച്വലി ഈ പറയുന്ന സ്റ്റാർ ആവുന്നത്. അല്ല, ഞാനെന്താന്ന് വെച്ച് കഴിഞ്ഞാല് പണ്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഞാനൊരു എനിക്ക് തോന്നുന്നൊരു 700-800ഓളം ഇന്റർവ്യൂസ് എടുത്തിട്ടുണ്ട് ഞാൻ മുമ്പ് ചാനലിന് വേണ്ടിയിട്ട്. അപ്പം പിന്നീട് അതിനുശേഷമാണ് AD ആയിട്ട് മാറിയതൊക്കെ. അപ്പം ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത് കാണുമ്പോൾ ഒരു പഴയ ആഗ്രഹങ്ങളൊന്ന് കൂടി തട്ടിയെടുത്താലോ, നമുക്കിപ്പോൾ സംസാരിക്കാനുള്ള ഇഷ്ടമുള്ളത് സിനിമ ആയതുകൊണ്ടും അത് ഓറിയന്റഡ് ആയിട്ട് ഒരു പരിപാടി ചെയ്തു നോക്കിയാലോ എന്നൊക്കെ ഒരു ആഗ്രഹം ഉള്ളിലുണ്ട്. ചിലപ്പോൾ ചെയ്തേക്കാം. ഇപ്പൊ ആക്ട്രസ് തന്നെ ഒരു സമയം കഴിഞ്ഞാൽ പ്രൊഡ്യൂസർ ആവുന്നുണ്ട്, അല്ലെങ്കിൽ ഡയറക്ഷൻ വരുന്നുണ്ട്. സമയം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. ഞാൻ തന്നെ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ കുറച്ച് നല്ല കാശ് ഉണ്ടായിരുന്ന മുന്നേ പ്രൊഡ്യൂസർ ആയിട്ട്. എല്ലാവരും പ്രൊഡ്യൂസർ ആവുന്ന എപ്പോഴാണെന്നറിയാമോ? അവരുടെ കയ്യിൽ നിറയെ പൈസ വന്ന് അവരൊരു ബിസിനസ് എന്ന് പറഞ്ഞ രീതിയിലേക്ക് ഒരു ചിന്തയിലേക്ക് എത്തുമ്പോഴാണ്. ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരിക്കലും സിനിമകൾ എനിക്ക് ചെയ്യുന്നതിന് എന്നെ കൊണ്ട് പറ്റൂല. ഇപ്പൊ ZEE5 പോലെ അല്ലെങ്കിൽ ഹോട്ട്സ്റ്റാർ പോലെയുള്ള എന്താ പറയാ OTT പ്ലാറ്റ്ഫോമുകൾക്ക് ഇൻവെസ്റ്റേഴ്സ് നമുക്ക് വെളിയിൽ നിന്ന് കിട്ടുമെന്ന് ഈ പ്രോജക്റ്റ് ചെയ്ത് തീർന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. അതുവരെ എനിക്ക് അതിനെപ്പറ്റി വിവരം ഉണ്ടായിരുന്നില്ല, കാരണം കൂടെ സ്ട്രോങ് ആയിട്ടൊരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നല്ലോ. ഞാൻ പറഞ്ഞായിരുന്നു ഇന്ന് വന്ന് ഇന്റർവ്യൂവിന് ഇരിക്കുമ്പോ എനിക്ക് കോളാന്ന്, എന്നെ കൊല്ലും. അല്ല, 1.5 മണിക്കൂറായിട്ട് റൂമിലിരുന്ന് 3 പേരോടെ കൊന്നോണ്ടിരിക്കുകയായിരുന്നു. ശരിക്കും ഇവർക്കും ഇനി ഭാവിയിൽ പ്രൊഡ്യൂസർ അങ്ങനെ ആഗ്രഹം നമുക്ക് കാണാൻ സാധിച്ചു. ചേട്ടനൊന്നും അനുഭവിക്കുന്നുണ്ട് മതിയായിട്ടിരിക്കുക. പ്രൊഡക്ഷൻ ഇപ്പൊ എനിക്ക് താല്പര്യമില്ല. ഇല്ല പൈസ ഉണ്ടായിട്ടല്ല, പൈസ ഇല്ലാഞ്ഞിട്ടല്ല, ഭയങ്കര ടെൻഷനാണ്. മാത്രം ചെയ്യണം. പിന്നെ ഒരു ലെവലിന് മുകളിലേക്ക് പോകണം, എങ്കിലും ഓക്കെ നമ്മൾക്ക് എല്ലാം മാനേജ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ഫണ്ട് തന്നെ മെയിൻ വിഷയം. ഇത്രയും ഫണ്ട് കയ്യിലുണ്ടെങ്കിൽ ഇത് ഞാൻ ഇതിനു വേണ്ടി മാറ്റി വെക്കുന്നു എന്ന് പറഞ്ഞ് മാറ്റി വെക്കാൻ കോൺഫിഡൻസ് വരുമ്പോൾ ഓക്കെയാണ്. പിന്നെ എല്ലാ ആഗ്രഹമാണ്, എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, അതാണ് സംഭവിച്ചത്. ആ ആഗ്രഹത്തിന്റെ ഫലമായിട്ടാണ് ഇന്നിപ്പോ നവംബർ 14-ാം തീയതി ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് ZEE5 മലയാളത്തിൽ വരാൻ പോകുന്നത്. കൊട്ടാരം തന്നു, കുടിലായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഇതൊരു എപ്പോഴും പറയില്ലേ, ഒരു സ്നേഹവും ഒരു കൂട്ടായ്മയും എപ്പോഴും നല്ല റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. എല്ലാവരും ഒരേ മനസ്സോടെ ഇത് നന്നാവണം എന്ന് ആഗ്രഹിച്ച് വർക്ക് ചെയ്യുമ്പോൾ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അതിൻ്റെ റിസൾട്ട് ഫൈനലി ഒരു ഹാപ്പി ആയിരിക്കും എന്ന് പറയുന്ന ഒരു ഇതിൽ തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം വന്ന എല്ലാവരും, എന്നെ സംബന്ധിച്ച് ഇതിലുള്ള ഏറ്റവും വലിയ പ്ലസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ആർട്ടിസ്റ്റുകളായിരുന്നു. സാധാരണ ഇങ്ങനെ ഒരു സീരീസ് ചെയ്യാൻ പോകുമ്പം ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ ക്യാമറയ്ക്ക് മുന്നിൽ കിട്ടുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പം എന്നെ സംബന്ധിച്ച് ഇതിനകത്ത് വന്നിരിക്കുന്ന എല്ലാം പുലികളാണ്. അപ്പുറത്ത് ശബരി, ഷാജുവേട്ടൻ, അപ്പുറത്ത് ജയൻ ചേട്ടൻ, സെന്തിൽ, ബാലാജി,
ശ്രീജിത്ത് രവി, മനോഹരിയമ്മ, മനോരമ, അങ്ങനെ വലിയ കാസ്റ്റിംഗ് കാസ്റ്റിംഗ്. ഈ ഒരു വെബ് സീരീസ് ഇത്രയും വലിയ കാസ്റ്റിംഗ് ഉള്ള ഒരു ഇത്രയും ആർട്ടിസ്റ്റുകൾ ഉള്ള ഒരു വെബ് സീരീസ് വലിയ ബഡ്ജറ്റുകളിൽ വന്നതിൽ പോലും അങ്ങനെ ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു, ടൈം റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു, അതൊക്കെ ഉണ്ടാകുമ്പോഴും ഇവർ പെർഫോം ചെയ്യുമ്പോൾ എനിക്ക് അത് കൺട്രോൾ ചെയ്യേണ്ട ഒരു ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത് വേണം, ഇന്നത് മതി എന്ന് പറയേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ബാക്കി ഞാൻ മുണ്ടറിന് മുന്നിൽ നിന്ന് കണ്ടാൽ മതി. അപ്പം ആ ഒരു സൗകര്യമില്ല. ആർട്ടിസ്റ്റുകളുടെ ഭാഗത്ത് നിന്ന് പെർഫോമൻസിന്റെ കാര്യത്തിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. ബാക്കിയുള്ള ഡയറക്ഷൻ കാര്യങ്ങൾ മാത്രം ഞാൻ നോക്കിയാൽ മതി എന്ന് പറയുന്നത്. ഡയറക്ടർ സാഹചര്യം പിന്നൊരു വെച്ചാലേ, ഒന്നാമത് മിക്കപ്പോഴും പലയിടത്തും കാണുന്ന ഒരു ഷോട്ട് കഴിഞ്ഞ്, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സംഭവത്തിന് ഒരു പലയിടത്ത് ചെയ്യുമ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഡിസ്കഷൻ ഉണ്ടാവും, ഒരു ഭയങ്കരമായ ചർച്ചകൾ ഉണ്ടാവും ആഗ്രഹം. പക്ഷെ അത് ആക്ച്വലി അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ കൺവിൻസ് ചെയ്യിക്കാനുള്ള കഴിവുണ്ടാവും. അത് എക്സ്പീരിയൻസ് അസിസ്റ്റ് ചെയ്തിട്ടും അല്ലാതെയും ഡയറക്റ്റ് ചെയ്തിട്ടും ഒക്കെ ഉള്ള ഇതുകൊണ്ട് ആ സ്പീഡ് അതുകൊണ്ടാണ് ആ 15 ദിവസം കൊണ്ട് തീർത്തത്. ശരിയാ, ഇത്രയും ആർട്ടിസ്റ്റ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയല്ല അത്. സ്പോട്ട് എഡിറ്റിംഗ് ഒന്നും ഇല്ലാണ്ട് അതിലൊരു ഉള്ളിലൊരു എഡിറ്റർ വേണം. പിന്നെ ആദ്യത്തെ ദിവസങ്ങളൊക്കെ ചെയ്യാം. നമ്മളെ ശീലം എന്താ, നമ്മളൊരു ഷോട്ട് എടുക്കുന്നു, പോയി കാണുന്നു, അത് ഇങ്ങനെ പിടിച്ചാൽ അങ്ങനെ പിടിച്ചാൽ. ആദ്യത്തെ ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി ബസ് ഞാനിത് പോയി നോക്കുന്ന ഒരു ടൈം കളയണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ പറഞ്ഞു നിങ്ങൾ പറ ഓക്കെ കംപ്ലീറ്റ് ചെയ്യാൻ തരുന്നു, നിങ്ങൾ ഓക്കെ പറഞ്ഞാൽ ഓക്കെ. അല്ല, അതൊരു ഭയങ്കര ഭാഗ്യം കേട്ടോ. നമ്മള് ആർട്ടിസ്റ്റുകൾ കൺഫ്യൂസ്ഡ് ആയാലേ, ട്രസ്റ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഒരു ധൈര്യത്തിലൊക്കെ പോവുക, ഇതൊക്കെ റെഡി ആവും എന്നുള്ളൊരു വിശ്വാസത്തിൽ പോവുക. അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് എല്ലാവരും കൺഫ്യൂസ്ഡ് ആണെന്ന് അറിയുമ്പോൾ നമുക്ക് പേടി വരും. അപ്പൊ നമ്മൾ ചെയ്യാനുള്ള കോൺഫിഡൻസ് നമ്മളെ ബാധിക്കും. എനിക്കില്ലായിരുന്നു, അവരാരും വന്നില്ല. അപ്പൊ ഞാൻ ഷാജേട്ടൻ ചെയ്ത ക്യാരക്ടർ ആണെങ്കിലും പരമേശ്വരൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ, പരമേശ്വരൻ എന്ന് പറഞ്ഞ ഒരു നിരീശ്വരവാദിയായിട്ടുള്ള പരമമായ ഈശ്വരനിൽ വിശ്വാസമില്ലാത്ത പരമേശ്വരൻ, അതാണ് പുള്ളിയുടെ വേർഷൻ. അപ്പം ഈ ക്യാരക്ടറിന് എനിക്ക് ശബരിയുടെ ക്യാരക്ടർ വരുമ്പോ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ പോവും എന്ന് പറയുന്ന ഒരു ജഡ്ജ്മെന്റ് എനിക്കുണ്ടായിരുന്നത്. പക്ഷെ ഷാജുവേട്ടനാണ് ഈ ക്യാരക്ടർ ചെയ്യാൻ വരുന്നത്. അപ്പോൾ ഷാജുവേട്ടൻ ചെയ്യാൻ വരുമ്പോൾ ഇത് എങ്ങനെയാണ് ഞാനിത് മോൾഡ് ചെയ്യാൻ പോകണമെന്ന് എനിക്ക് വലിയ ഐഡിയ എനിക്ക് ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞു ഷാജുവേട്ടൻ വരട്ടെ, യൂണിഫോമിൽ വന്ന് ആദ്യത്തെ സീന് പെർഫോം ചെയ്ത് തുടങ്ങുമ്പോൾ എനിക്കൊരു സാധനം കിട്ടും, അത് പിടിച്ചു പോവാം എന്നുള്ള കോൺഫിഡൻസ് തന്നെയായിരുന്നു ഞാനിരുന്നത്. ആദ്യത്തെ സീൻ എടുക്കുമ്പോൾ ഷാജുവേട്ടൻ ഒരു സാധനം തന്നു. പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പോലും ഒരു സ്ഥലത്തും പറയേണ്ടി പോലും വന്നില്ല. എനിക്ക് എൻ്റെ സീനിൽ ലാസ്റ്റ് ഒരു ഷോട്ട് പോലും ഉണ്ട്, അത് ഇടയ്ക്കാണ് എടുത്തത്. ആ ഷോട്ടിൽ പോലും വന്ന് നിൽക്കുമ്പോൾ പുള്ളിയുടെ സ്വഭാവം അനുസരിച്ച് പ്രേതം മറ്റു സാധനങ്ങളൊക്കെ ഫീൽ ചെയ്തു അനുഭവിച്ചു ഒക്കെ കഴിഞ്ഞാലും പുള്ളി അത് സമ്മതിച്ചില്ല അവസാനം എന്ന് പറയുന്ന ഒരു മീറ്ററിൽ ഇത് അവസാനിപ്പിക്കണമല്ലോ. എന്നെ സംബന്ധിച്ച് അത് എങ്ങനെ കൊണ്ടുവന്ന് അവസാനിപ്പിക്കുന്നു, പുള്ളി ഈസി ആയിട്ട് സാധനം ആ ക്യാരക്ടറിൽ നിന്നങ്ങ് പോയി. ഇതൊക്കെ എന്നെ സംബന്ധിച്ച് ഭയങ്കര പ്ലസ് ആയിരുന്നു. കാരണം ഓവർ സ്ട്രെസ് എടുക്കാതെ എനിക്ക് അതൊക്കെ കിട്ടി എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച്. അതൊരു നമുക്ക് ഓപ്പോസിറ്റ് വൈബുകൾ ഉണ്ടാവുമല്ലോ നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾ. ഇപ്പോൾ ജയൻ ചേർത്തല, ഇവര് ഇങ്ങനെ നിൽക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾ എന്ത് തരുന്നു അതിൽ ഭയങ്കരമായിട്ട് നമുക്ക് അതൊരു പ്ലസ്. അതാണ് പറയാൻ പറ്റില്ല. മറ്റേ ഇവനില്ലേ, മറ്റേ നമ്മുടെ വ്ളോഗർ ട്രെയിലർ കണ്ടു, ആ ഒരു സീനിലാണെങ്കിലും ഭയങ്കര രസമായിരുന്നു. അതിന്റെ ഏരിയ അതായത് ഫുക്രുവും ആണ് ഇവരുള്ള സീനില്ലേ, ഇവരെല്ലാവരും ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള എല്ലാവരും കൂടി നിറഞ്ഞ് എല്ലാ സീനിലും കുറെ പേരുണ്ട്. പക്ഷെ ആർട്ടിസ്റ്റുകൾ ഒരുപാടുള്ള സീനായിരുന്നു അത് ഒന്ന്. പിന്നെ അത് ഭയങ്കര ലൈവായിട്ട് നിൽക്കണം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സീനാണ്. ആ സീൻ എടുക്കുക എന്ന് പറയുന്ന ഒരു സാധനം എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സാധനം. കാരണം ഇതില്ലല്ലോ, സ്പോട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് ചെറിയ പേടിയുണ്ടായിരുന്നു. പക്ഷേ ഇല്ലേ, ഞാൻ മാസ്റ്റർ എടുത്ത് പോവുക പോലും അല്ല ചെയ്തത്. എൻ്റെ മനസ്സിൽ തോന്നിയ ഷോർട്സ് എടുത്തെടുത്ത് പിന്നീടാണ് ഞാൻ മാസ്റ്റർ എടുത്തു ഒക്കെ അതിനകത്ത്. അപ്പം ഇവരില്ലേ ഓരോ ഇപ്പൊ ജയചേട്ടനാണ് കൂടുതൽ ഡയലോഗ്സ്, ശബരിയാണെങ്കിലും ഷാജുവേട്ടനാണെങ്കിലും അതിന് തന്നിരിക്കുന്ന റിയാക്ഷൻസ് ഉണ്ട്. എനിക്ക് ചില സാധനം എനിക്ക് ആ ഷോട്ട് അവർ തന്ന റിയാക്ഷൻസ് എടുക്കാൻ പിന്നീട് എനിക്ക് ഷോട്ട് വെക്കേണ്ടി വന്നു എന്നുള്ളത് മാത്രമേ എനിക്കത് ചെയ്തിട്ടുള്ളൂ. ഭയങ്കര എളുപ്പമായിരുന്നു എനിക്ക് ഇവരെ വെച്ച് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞത്. എനിക്കറിയായിരുന്നു, അതുകൊണ്ടാണ് ഇവരൊക്കെ അത്ര എളുപ്പമായിരുന്നു. ഇപ്പൊ ഈ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നില്ലേ, ഇപ്പം എനിക്ക് മുമ്പിൽ ഇരിക്കുന്ന 4 പേര് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് വന്ന ആളുകളാണ്, അല്ലെങ്കിൽ ഈ സക്സസ് കാണുന്ന ഒരാളാ.
ഇപ്പൊ ഒരു പെർസെന്റേജ് ആളുകൾ ആഗ്രഹിക്കും പക്ഷെ ഒന്നും ചെയ്യില്ല. എനിക്കൊക്കെ അത്യാഗ്രഹമായിരുന്നു എങ്ങനെയെങ്കിലും സിനിമ സിനിമ ആഗ്രഹം മാത്രമാണോ അതൊരു അത്യാഗ്രഹമാണെന്ന് പലപ്പോഴും തോന്നാറുണ്ട് അല്ലേ? സത്യം, നമുക്ക് വെറുതെ ആഗ്രഹിച്ചാൽ കിട്ടുന്ന ഒന്നല്ല. ശരിക്കും നമുക്ക് അങ്ങനെ ഞാൻ ആഗ്രഹത്തിനനുസരിച്ച് ചെയ്യുന്നില്ല എന്നുള്ളൊരു സങ്കടമുള്ള ഒരാളാണ് ഞാൻ. എല്ലാ കഴിവുകളുള്ള ഒരാളാണ് ശബരീഷ്. പക്ഷെ അതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ശബരി. എല്ലാം ചെയ്യണം. അതൊരു മൂടാ. ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാൻ വിചാരിക്കുന്ന ആ ഒരു പ്രൊപ്പോർഷനിലേക്ക് ചെയ്യാൻ ടൈം കിട്ടുന്നില്ല എന്നുള്ളൊരു. എന്താ വെച്ചാൽ എല്ലാറ്റിലും ഹാപ്പിയാണ് ആക്ച്വലി. ഒരു വെറുതെ ടെൻഷൻ എടുക്കുന്ന ഒരാളല്ല, വളരെ ഫ്രീ ആയി. ഇപ്പൊ ചെറിയൊരു ടെൻഷൻ ആക്ച്വലി മടിയൻ എന്ന് പറയുമ്പോ നമ്മളെ പറയാം. പക്ഷെ എങ്കിലും കൂടെ ഞാനങ്ങനെയാ, ഒരു സിനിമ കഴിഞ്ഞ് കഴിഞ്ഞാല് കുറച്ച് പൈസ കിട്ടിയാൽ അത് വെച്ച് ഞാൻ ഫാമിലിയായിട്ട് കൊല്ലം കഴിഞ്ഞ് തീരാറാകുമ്പോ ഒരുപാടങ്ങ് തിരക്കിലേക്ക് പോയിട്ട് നമ്മളെ വിളിച്ചു പറഞ്ഞ് നമുക്ക് കിട്ടാനുള്ള ഒരെണ്ണം വർക്ക് ചെയ്താൽ മതിയല്ലോ. ഒരുപാട് ക്ലാഷുകൾ വരുമ്പോ ഭയങ്കര ടെൻഷൻ ജീവിതത്തിൽ. അത് ഭയങ്കര വലിയ ബുദ്ധിമുട്ടാണ്. ഒരു സമയത്ത് ഒരു വർക്ക് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് അടുത്തതിലേക്ക് പോവുക. പക്ഷെ ശബരി അങ്ങനെയല്ല, ഒരു സമയത്ത് പാട്ട് എഴുതും, അഭിനയിക്കും, മൾട്ടി ടാലന്റഡ്. അത് പിന്നെ കുഴപ്പമില്ലല്ലോ, അത് വേണമെങ്കിലും ചെയ്യാൻ മുള്ളിട്ട് വരാന്ന് പറഞ്ഞു പോയാൽ പോരെ. അല്ല, വളരെ ഫാസ്റ്റ് ആയിട്ട് എന്താ പറയാ പാട്ടുകൾ എഴുതുന്ന ആളാണ് ശബരി. അങ്ങനെ ഒരു ഇതിലെന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഇതിനകത്ത് സോറി മ്യൂസിക് ചെയ്തിരിക്കുന്ന ഡെൻസൺ ആണ്. നല്ല രസമായിട്ട് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. അത് ഈ ഹൊറർ ഒരു പശ്ചാത്തലം ഉള്ളത് കൊണ്ട് മ്യൂസിക്കിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അത് ആ ഇമ്പോർട്ടൻസ് അങ്ങനെ തന്നെ ഡെൻസൺ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഡെൻസൺ നല്ല ടെൻഷൻ തരുന്ന മ്യൂസിക് തന്നിട്ടുണ്ട് എല്ലാവരും. ഇപ്പം എല്ലാവരും എഡിറ്റർ അഖില്, പിന്നെ ക്യാമറാമാൻ സുധി, പിന്നെ എന്റെ ഡയറക്ഷൻ ടീം ഉമേഷ്, പോസ്റ്റ് പ്രൊഡക്ഷൻ ഫുള്ള് ഹാൻഡിൽ ചെയ്ത് ഉണ്ണിയാണ്. ഞാൻ എന്റെ ജോലി എന്ന് പറയുന്നത് ഞാൻ മിക്സ് ചെയ്തു, ഫൈനൽ മിക്സ് ചെയ്ത് പിന്നെ DA വേണ്ട കറക്ഷൻസ് പറഞ്ഞു. അതിനുശേഷം നടന്ന ഒരു പ്രോസസ്സിലും എനിക്ക് ഇൻവോൾവ് ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം ഇന്ന് ഇപ്പൊ ഔട്ട് ഇറക്കി കൊടുക്കുന്നത് വരെയുള്ള ബാക്കി ടെക്നിക്കൽ കാര്യങ്ങൾ മൊത്തം ചെയ്തിരിക്കുന്നത് ഉണ്ണിയാണ്. അപ്പം ആക്ച്വലി അതൊക്കെ എന്നെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഞാൻ ഫുൾ ടൈം ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഓരോ ചെറിയ കാര്യങ്ങൾക്കും ഞാൻ പോയി ഇരിക്കേണ്ടതാണ്. പക്ഷെ അത് ഉണ്ണിയുള്ളതുകൊണ്ട് 15 ദിവസം മാത്രമല്ല, പ്രൊഡക്ഷനും എല്ലാ പരിപാടിയും കഴിഞ്ഞു. 15 ഡേയ്സും എന്നായിട്ട് ഒട്ടും ഞങ്ങൾക്ക് പിന്നെ റൂമിൽ പോവാലോ. ഞങ്ങൾക്ക് ടൈം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സീൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് റെസ്റ്റ് എടുക്കാം. പിന്നെ ലൊക്കേഷനിൽ ഞങ്ങൾ ഒരു പരിധി വരെ ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് ആയിട്ട് കൂടി തമാശകളൊക്കെ പറയും. ഇവർക്ക് ഒന്നുമില്ലല്ലേ, ഇവര് ഭയങ്കര ജോളിയായിരുന്നു. ഇവരെല്ലാരും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ജോളിയാന്ന് പൊതുവേ സെറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഷൂട്ടൊന്നും ഇല്ലെങ്കിൽ എനിക്ക് അവിടെ വായി നോക്കി ഇരിക്കാൻ ഭയങ്കര ആൾക്കാരൊക്കെ പോകുന്നത് നോക്കാൻ വേണ്ടിട്ട് കംപ്ലീറ്റ് പ്രേതങ്ങളും. പിന്നെ ഇവരൊക്കെ തമ്മിൽ ഭയങ്കര ജോളിയായിട്ടിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഞങ്ങൾ അഭിനയിക്കുകയായിരുന്നു. രണ്ട് കണ്ണും നിറഞ്ഞിട്ടുണ്ടായിരുന്നു, കണ്ടില്ല. സത്യം പറയണത്. അയ്യോ, സത്യം പറയട്ടെ, അഭിനയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആ പ്രൊഡക്ഷനായിട്ട് ഞങ്ങൾ ആദ്യം ZEE5 പോകുന്നത്. പക്ഷെ അത് അല്ലാതെ അവിടെ നിന്ന് ഒരു കഥ ഇങ്ങോട്ട് വരുമ്പോ എനിക്കിതിനകത്ത് ഹീറോയിന്റെ ക്യാരക്ടർ ചെയ്യണം എന്ന് പറയാൻ പറ്റത്തില്ല. ആദ്യം അതൊരു 27-28 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ക്യാരക്ടറാണ്. പിന്നെ അങ്ങനെ ചിന്തിച്ചില്ല. ജനലിലൂടെ പാസ് ചെയ്യപ്പോഴും അറിയാം വീടാണ്. ഞാൻ മറ്റേത് പറയണോ അഭി പറയണോ അടിയിലേ ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര ബ്ലിങ്ക് ചെയ്ത് കാണിക്കും. ഞാൻ ഇമാജിൻ ചെയ്തോ. ശ്രമിച്ചു, പിന്നെ അമ്മയായിട്ടൊക്കെ ട്രൈ ചെയ്തു, സമ്മതിച്ചില്ല. ഇത് ലാസ്റ്റ് ഡയറക്ടറിന്റെ വേണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്താലോ, ശബരീഷ് വിഷ്ണുവിന്റെ അമ്മയാക്കിയാലോ എന്ന് ഞാൻ ചോദിച്ചതിനോട്. കാരണം അറിയോ, പേയ്മെന്റ് നമുക്ക് അല്ല ഒരു ആർട്ടിസ്റ്റിന്റെ കേറുമല്ലോ, നമുക്ക് പേയ്മെന്റ് ലാഭിക്കാം. ഞാൻ പറഞ്ഞ ആ ലാഭം എനിക്ക് വേണ്ട.
പിന്നെ ഇവള് സെറ്റ് കൊണ്ടും ബസ് മോട്ടിട്ട് ഉണ്ണി അല്ല ഞാൻ അതെ നല്ല കട്ടയ്ക്ക് വന്ന് നിക്കുക കഥ അങ്ങനെയാണ് ശബരിനെ വെച്ച് എനിക്ക് സീൻ ഷൂട്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു. കാരണം വീണയുടെ പോസ്റ്റ് ശബരി അവിടെ ഇരുന്ന് ചിരിക്കും. ശോ, മോനെ ആരൊക്കെ പറഞ്ഞാൽ എങ്ങനെ വിളിക്കും? ജാഗ്രത കോമഡി ബൈ വീണാന്ന് ആ സീൻ കഴിയുമ്പോ ഇപ്പൊ തന്നെ സംസാരിക്കാൻ എനിക്ക് മനസ്സിലാകുന്നുണ്ട് വെബ് സീരീസ് ചെയ്ത മൂടാണെന്ന്. ഒരുപാട് ചിരിക്കാനുണ്ടാവുന്നു ഓൾറെഡി. ഞങ്ങൾ ആക്ച്വലി നമ്മുടെ ജോണർ ഇതല്ല, തമാശകളുടെ ലോകം. അതെ, പക്ഷെ നമ്മളത് മാറ്റിയിട്ട് ഈ ഭയമൊക്കെ അഭിനയിക്കണ്ടേ. അപ്പൊ ഞങ്ങളില്ലേ ഞങ്ങൾ സ്ഥലത്ത് ഷോട്ടില് കറണ്ട് പോകുന്നു, ഇതൊക്കെ വിഷ്വലി വരുമ്പോ നമുക്ക് പേടിക്കാൻ കാര്യമല്ല. പക്ഷെ അപരീക്ഷണം എനിക്ക് നമ്മള് ഷോർട്ട് വൈസ് എടുത്തു പോകുന്നു. ഇതിനകത്ത് ഭയം ഉണ്ടാകുന്നതിനൊരു കറക്റ്റ് റൂട്ടിൽ കഥ വരുമ്പോഴാണ്. ഇപ്പൊ കുട്ടികളോ ആരെയും പേടിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് നമുക്ക് അറിയില്ല എത്രത്തോളം ഉണ്ട്. അതിനകത്ത് ഒരു സീൻ കറണ്ട് പോകും, പെട്ടെന്ന് ലൈറ്റ് ഓഫ് ചെയ്യാം. ഞങ്ങൾ എല്ലാവരും വെച്ചാൽ എല്ലാം ലൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര ചിരി, പേടിക്കണില്ല, പേടി പോയിട്ട് എങ്ങനെയായി പോയി. പക്ഷെ ഓൾറെഡി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഇപ്പൊ സംസാരിക്കുമ്പോൾ തന്നെ എങ്ങനെയായിരിക്കും വെബ് സീരീസ് നമുക്ക് രൂപം കിട്ടുന്നുണ്ട്. സോ വലിയൊരു ഹിറ്റ് ആവട്ടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. 14-ാം തീയതി C5 ഞങ്ങൾ കാത്തിരിക്കുകയാണ് വെബ് സീരീസ് കാണാൻ. അപ്പം അടിച്ചു പൊളിക്കാം. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.